പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കോടികൾ മുടക്കി പണിതിരിക്കുന്ന ഒരു കമ്പട്ടി സ്റ്റേഷനും നമുക്ക് കാണാം. ആ കമ്പട്ടി സ്റ്റേഷന്റെ അവസ്ഥയും എന്താണെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ഞങ്ങൾ എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ഒന്നും അവസ്ഥ ഞാൻ വിവരിക്കേണ്ടതില്ല. നമ്മൾ ദിനംപ്രതി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന നികുതി പണം, ആ നികുതി പണം ഏതു രീതിയിൽ വിനിയോഗിക്കണമെന്ന് ഇതുവരെ അറിയാൻ സാധിക്കാത്ത, അല്ലെ അറിഞ്ഞുകൂടാത്ത ഒരു ഭരണ സംവിധാനമാണ് നിലവിൽ ഇപ്പോൾ നമുക്കുള്ളത്. നാം കൊടുക്കുന്ന നികുതി പണത്തിന്റെ വില ഇത് ആരുടെയും തറവാട്ട് സ്വത്തിൽ നിന്നോ കുടുംബ സ്വത്തിൽ നിന്നോ ആരുടെയും വ്യക്തിപരമായ പണമോ ഒന്നുമല്ല. മറിച്ച് ഇത് നമ്മുടെ കയ്യിൽ നിന്നും കിട്ടുന്ന നികുതി പണം, ആ നികുതി പണം ഉപയോഗിച്ച് നാടിന് നടത്തേണ്ടതായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എന്താണ് ഇത്ര മടി? നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ വികസനം പഠിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് നാം കണ്ടിട്ടുണ്ട്. അവിടെ പോയി അവിടുത്തെ വികസന മാതൃകകൾ കണ്ടിട്ട് ഇവിടെ വന്ന് എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത്? ഒരു നല്ല റോഡ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തരാൻ മാത്രം ഇവിടെ ആർക്കും സമയമില്ല, ആർക്കും അതിനുള്ള ഉത്തരവാദിത്വവുമില്ല. ഈ രീതിയിൽ നാം മുന്നോട്ട് പോയാൽ നമ്മളുടെ അവസ്ഥ എന്താണ്, കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാറി ചിന്തിക്കേണ്ട അവസരമാണ് ഇത്. ഈ പ്രതിഷേധ ധർണയിൽ ഞങ്ങൾ ഉയർത്തുന്നത് നമ്മളുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന നികുതി പണത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ജനങ്ങളുടെ മുന്നിൽ വോട്ടിന് വേണ്ടി മാത്രം വന്ന് ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു ജനതയായി നാം മാറിയിരിക്കുന്നു. അവർ വരുമ്പോൾ ചിരിച്ചു കാണിച്ചുകൊണ്ടും വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇവരെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നല്ല രീതിയിൽ നിറവേറ്റി തരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ തന്നെയാണ് ഈ പ്രതിഷേധ ധർണ നടത്തുന്നത്. ഇവിടെയുള്ള ജനപ്രതിനിധികൾ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. വോട്ട് മാത്രമല്ല, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇനിയുമെങ്കിലും ഉണ്ടാവണം. അതാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അഴിമതിയും ധൂർത്തുമില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത മനോഹരമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി നിലവിൽ വന്നിരിക്കുന്നത്, സാധാരണക്കാരന്റെ പാർട്ടിയായി നിലവിൽ വന്നിരിക്കുന്നത്. ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ ചെയ്തു തരുന്നതിൽ മടി കാണിക്കുന്ന ജനപ്രതിനിധികളെ നമ്മൾ തീർച്ചയായും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യാൻ സാധിക്കേണ്ടതാണ്.